ആത്മാക്കളുടെ ദിനം എന്നാണ് ഹാലോവീൻ എന്നറിയപ്പെടുന്നത്. ഈ ദിവസം മരണപ്പെട്ടവരുടെ ആത്മാക്കൾ വീടുകൾ സന്ദർശിക്കാൻ എത്തുമെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം. അപ്പോൾ അതിനായിട്ട് പേടിപ്പെടുത്തുന്ന വേഷങ്ങളിൽ അവരെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കും. ക്രിസ്തുമത വിശ്വാസം അനുസരിച്ചിട്ട് വിശുദ്ധരുടെ തിരുനാളിൻ്റെ, അതായത് നവംബർ 1 തീയതിയാണ് വിശുദ്ധരുടെ തിരുനാൾ. അതിൻ്റെ തലേദിവസമായ ഒക്ടോബർ 31 ഈ ആഘോഷം കൊണ്ടാടുന്നു. ഹാലോവിൻ എന്നാൽ ഓൾ ഹാലോസ് ഈവ് എന്നാണ് പറയുക. പുരാതന കെൽറ്റിക് ഉത്സവമായ സാവിനിൽ നിന്നാണ് ഈ പാരമ്പര്യം ഉത്ഭവിച്ചത്. വീടുകൾക്ക് മുന്നിലായിട്ട് ഹാലോവിൻ രൂപങ്ങൾ വെച്ച് അലങ്കരിക്കും. അതായത് അസ്ഥികൂടങ്ങൾ, മത്തങ്ങ ഉപയോഗിച്ചിട്ട് തല, വവ്വാല്, എട്ടുകാലി, അങ്ങനെ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ കൊണ്ടിട്ടാണ് ഇവർ വീടുകൾ അലങ്കരിക്കൽ. കുട്ടികളും മുതിർന്നവരും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചും കുട്ടികൾ ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് വീടുകളിൽ കയറി, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്രിസ്മസിന് കരോൾ പോകുന്ന പോലെ ഒക്ടോബർ 31 കുട്ടികൾ ട്രിക്ക് ഓർ ട്രീറ്റിന് മറ്റുള്ള വീടുകളിൽ കൂടെ പോകും. ഞങ്ങളുടെ ഹൗസ് ഓണർ കത്രീന പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ഹാലോവിൻ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഈ ദുഷ്ടാത്മാക്കളെ പേടിപ്പെടുത്താനായിട്ട് പണ്ട് അഗ്നിക്കൂണുകൾ കത്തിക്കുകയും അതിന് ചുറ്റും നിന്ന് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയും. പക്ഷേ ഇന്നിപ്പോൾ ബോൺഫയർ പറയണത് അതൊരു വിനോദം മാത്രമാണ്. UK അയർലൻഡിലാണെങ്കിലും നവംബറിൽ ആദ്യത്തെ ഒരു വീക്ക് കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതൊരു എക്സിബിഷൻ പോലെ തന്നെ അവർ നടത്തുന്നുണ്ട് ബോൺഫയർ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഹാലോവീൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ ക്രിസ്മസ് അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ എങ്ങനെയാണോ വീട് അലങ്കരിക്കണത് അതുപോലെ തന്നെ നല്ല രസത്തിലല്ല, കാണുമ്പോൾ നമ്മൾക്ക് പേടിയാകും. നമ്മളൊരു ഗോസ്റ്റ് ഹൗസിലോട്ടൊക്കെ ചെന്ന് കയറുന്നത് പോലെ ആയിരിക്കും ചില വീടുകളൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അസ്ഥികൂടങ്ങളും ഫുൾ സ്കെലിട്ടൻസ് ആയിരിക്കും ചില വീടുകളിൽ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ സ്പൈഡർ വെബ് അങ്ങനെയൊക്കെയാണ് കാണുക. ആദ്യമൊക്കെ ഭയങ്കര നമുക്ക് പേടിപ്പെടുത്തുമായിരുന്നെങ്കിലും പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഒരു രസമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പണ്ടൊക്കെ ഹാലോവിൻ അയർലൻഡിൽ എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവർക്കും അറിയണത് പോലെ അയർലൻഡ് ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. അപ്പോൾ 2014 വത്തിക്കാനിൽ നിന്ന് ഇങ്ങനൊരു ആഹ്വാനം ഉണ്ടായിരുന്നു. എന്താണ്, ഈ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യണത് പൈശാചിക ആരാധനയ്ക്ക് തുല്യമാണെന്നും അപ്പോൾ അതിൽ നിന്നും കുട്ടികളെ വിട്ടു നിർത്തണം, മുതിർന്നവരും വിട്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആഹ്വാനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് യോജിക്കുന്ന കുറേ ക്രിസ്ത്യൻസ് അയർലൻഡിലുണ്ട്. അപ്പോൾ അവർ ഒന്നും ഇത് ആഘോഷിക്കാറില്ല എന്നാണ് കത്രീന പറഞ്ഞത്. ഞങ്ങളപ്പോൾ ആസ് യൂഷ്വൽ എന്നും വരണത് പോലെ തന്നെ ഇന്നും ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരുടെ ക്ലാസ്സിലേക്കുള്ള ലൈൻ പോയി കഴിഞ്ഞ് പിന്നെ നോഹ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളെയും കാണാൻ പറ്റിയില്ല. എല്ലാവരും എന്തൊക്കെ കോസ്റ്റ്യൂംസിലാണ്, തേർലുട്ടാപ്പി അങ്ങനെ വന്നത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നോഹിനെ വിളിക്കാൻ വരുമ്പോൾ നേരത്തോടെ വന്ന് ക്യൂവിൽ ഫസ്റ്റ് നിൽക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കാണാം. അല്ലെങ്കിൽ അപ്പോൾ നോക്കുമ്പോൾ ദാ വരുന്നടാ എല്ലാവരും, നമ്മുടെ കുട്ടികൾ ഇറങ്ങി വരുന്നുണ്ട് നല്ല രസത്തിൽ. ഓരോരുത്തരും നല്ല, പിന്നെ അതാണ് കത്രീന പിന്നെ വേറൊരു കാര്യം പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഭയപ്പെടുത്തുന്ന ഡ്രസ്സ് മാത്രമല്ല, ഓരോരുത്തരുടെ കലാസൃഷ്ടികളും കൂടെ ഉണ്ടാവും ഓരോരുത്തരുടെ ഡ്രസ്സിൽ എന്നാണ് പറയുക. അപ്പോൾ ചിലവർ ഓൾറെഡി അവരുടെ പാരൻസ് നിർമ്മിച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നുണ്ടാകും. അല്ലെങ്കിൽ ഓരോ സൂപ്പർ ഹീറോസിൻ്റെ കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് വരുന്നവരുണ്ടാകും. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ചും ഗോസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ഒരു അറിവ്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ വിച്ചൊക്കെ വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ നല്ല നല്ല ഭയങ്കര രസമുള്ള കോസ്റ്റ്യൂംസിലാണ് കുറേ എല്ലാ കുട്ടികളും തന്നെയുള്ളത്. പക്ഷേ വലിയ ക്ലാസ്സുകളിൽ കുട്ടികളെ കാണാൻ കുറച്ചുകൂടെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ അവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് ജൂനിയർ ഇൻഫൻസിനും സീനിയർ ഇൻഫൻസിനും മാത്രമാണ് 1.5 വരെ ക്ലാസ് ഉള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ 2.5 വരെ ആയതുകൊണ്ട് അവരുടെ ഒന്നും എല്ലാവരുടെയും കോസ്റ്റ്യൂം നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഹാലോവിനെ കുറിച്ചിട്ട് എനിക്കറിയണത് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആദ്യം ഇവരാണെങ്കിൽ അഗ്നിക്കൂണുകൾ കത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ആക്ച്വലി ദുഷ്ടാത്മാക്കളെ ഓടിക്കാനും കൂടിയാണ്. പിന്നെ അതുകൂടാണ്ട് നവംബർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിൻ്ററാണ്. അപ്പോൾ വിൻ്ററിനെ ഒരു സ്വീകരിക്കലും കൂടിയിട്ടാണ് അവർ അഗ്നിക്കൂണുകൾ കത്തിച്ചിട്ട് അതിന് ചുറ്റും ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഗ്യാദർ ചെയ്യുകയൊക്കെ ചെയ്യണത്. ഇനി
ഒരാഴ്ചത്തേക്ക് ഇവർക്ക് വെക്കേഷനാണ്. ഇന്ന് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ നവംബർ 3-നാണ് ഇനി ഇവർക്ക് സ്കൂൾ റീ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.